എന്തെല്ലാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് ഞാൻ 4 മണിക്ക് എണീറ്റ് ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. പഠിക്കാമെന്ന് വെച്ചാൽ ഇന്ന് ഹിന്ദിയും മലയാളമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെറിയൊരു മോർണിംഗ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ പഠിക്കുക എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റഡി ഒന്നും നടന്നിട്ടില്ല. കാരണം ഹിന്ദി എനിക്ക് അറിയാത്തതുകൊണ്ട് അതിൻ്റെ സ്ട്രെസ്സിൽ ഞാൻ ഇന്ന് പഠിക്കേണ്ട മലയാളം പഠിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ട് ഐലൈനർ ഇട്ടിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക് ഒന്നും അധികം ഇടാൻ നിന്നിട്ടൊന്നുമില്ല. പിന്നെ ബാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദിസ് ഈസ് എ വുമൺ സ്പ്രേ ആൻഡ് അതടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ ഇതല്ലാതെ ഞങ്ങളെ സ്കാർഫ് വേറെയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇട്ടതാണ് കേട്ടോ. പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ സ്കാർഫൊക്കെ യൂണിഫോമിന് കൂടെ ഇടാൻ ഭയങ്കര രസമാണ് അതൊക്കെ. ആൻഡ് ഇറ്റ്സ് ഓൾസോ കംഫർട്ടബിൾ. ബട്ട് ഇതാണ് ഞങ്ങളെ യൂണിഫോമിൻ്റെ സ്കാർഫ്. ആൻഡ് ടുഡേ ഐ വാസ് ഹാവിങ് എ വെരി ബാഡ് സ്കാർഫ് ഡേ. ആൻഡ് ഞാൻ റെഡിയാക്കുന്നു ഊരുന്നു. ആൻഡ് ഈ ഒരു ഡേയിൽ ഞാൻ ഭയങ്കര കൂളായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം എനിക്ക് അത്ര മാർക്കൊന്നും കിട്ടില്ല. പിന്നെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഹിന്ദി അറിയില്ലാന്ന്. ഇന്ന് ഉച്ചക്ക് 2 എക്സാം ഉണ്ടല്ലോ, അതുകൊണ്ട് ലഞ്ചൊക്കെ എന്തായാലും എടുക്കണം. പിന്നെ പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ തീരെ പഠിച്ചിട്ടുണ്ടായില്ല മര്യാദക്ക്. അതിലേറെ കൂടുതൽ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ലഞ്ച് കവർ ചെയ്തിട്ട് ഞാൻ ബാഗിലോട്ട് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഈ സ്കാർഫ് അയൺ ചെയ്യാൻ. സ്കാർഫ് എനിക്ക് ഇത് ഇഷ്ടമായിട്ടില്ല. കണ്ടോ, അതായത് ഇന്നെന്താ അറിയില്ല, ഭയങ്കര ബാഡ് സ്കാർഫ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നങ്ങനെ രാവിലെ അയൺ ചെയ്യണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. ബട്ട് ലെറ്റ്സ് ഡു ഇറ്റ് എനിവേ. ആൻഡ് ഇപ്പോൾ 8:47 ആയിട്ടുണ്ടായിരുന്നു. 9:30 ആകുമ്പോഴത്തേനും എനിക്ക് അവിടെ എത്തണം. പിന്നെ ഞാൻ ആലമ്പാടി നടക്കുമ്പോഴത്തേനും സമയം കുറേ ആവും. ഇതെന്താ ഇപ്പോൾ സംഭവം എന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കും അറിയില്ല. പിന്നെ ഞാൻ നേരത്തെ മാറ്റാൻ തുടങ്ങിയാണ്. പക്ഷേ ഇവരിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇവരിത് എൻ്റെങ്ങാട്ടും മുമ്പ് കഴിഞ്ഞു. ഇതാണ് കേട്ടോ ലേഡീസുള്ള വീട്ടിലെ അവസ്ഥ. എല്ലാവരും കണ്ണാടൻ്റെ മുമ്പ് കിടന്ന് തിരിയായിരിക്കും. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് ഡേ ഐ ഗെസ്. കാരണം ഞാൻ മര്യാദക്ക് പഠിച്ചിട്ടില്ല. അതിലേറെ എഴുതാൻ പറ്റി. അതൊക്കെയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ കുറേ വീഡിയോസ് വരും. ഇതിപ്പോൾ ഞാൻ കുറേ ആയല്ലോ ഞാൻ ചത്ത് കിടക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടൊരു വീഡിയോ ഉണ്ട്. ജസ്റ്റ് എ സിമ്പിൾ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ബൈ.